يا أيها الذين آمنوا كونوا قوامين بالقسط شهداء لله ولو على أنفسكم وبالوالدين والأقربين إن يكن غنيا أو فقيرا فالله أولى بهما فلا تتبعوا الهوى أن تعدلوا وإن تلووا أو تعرضوا فإن الله كان بما تعملون خبيرا يا أيها الذين آمنوا അല്ലയോ സത്യവിശ്വാസികളെ കൂനൂ നിങ്ങളാകുക ഖവ്വാമീന ബിൽ ഖിസ്ത് നീതിയോടെ ശക്തമായി നിലയുറപ്പിച്ചവരാകുക ശുഹദാഅ ലില്ലാഹ് അല്ലാഹുവിന് വേണ്ടി സാക്ഷ്യം രേഖപ്പെടുത്തുന്നവരാകുക വലൗ അലാ അൻഫുസികും അത് നിങ്ങൾക്ക് തന്നെ എതിരായിരുന്നാലും ശരി അവൽ വാലിദൈൻ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് എതിരായിരുന്നാലും ശരി വൽ അഖ്റബീൻ ബന്ധുക്കൾക്കും എതിരായിരുന്നാലും ശരി ഇൻ യകുൻ ഗനിയാ നിങ്ങൾ എതിരായി സാക്ഷ്യം വഹിക്കുന്നവർ സമ്പന്നരായിരുന്നാൽ ഔ ഫഖീറ അല്ലെങ്കിൽ ദരിദ്രരായിരുന്നാൽ ഫല്ലാഹു ഔലാ ബിഹിമാ അവർ രണ്ടുപേരിലേക്കും ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടവൻ അല്ലാഹുവാണ് ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലൂ നീതിയിൽ നിന്നും പിന്മാറുന്നതിന് നിങ്ങൾ മനോച്ഛയെ പിൻപറ്റരുത് ഇനി നിങ്ങൾ തിരിമറികൾ നടത്തിയാൽ ഔ തുഅരിബു അല്ലെങ്കിൽ നിങ്ങൾ മുഖം തിരിച്ചാൽ ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറാ നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും തീർച്ചയായും അല്ലാഹ് രഹസ്യ സമേതം പരിപൂർണമായി അറിയുന്നുണ്ട്. ഇത് സൂറത്തുൽ നിസാഇന്റെ അവസാന ഭാഗത്തുള്ള ആയത്താണ്. സൂറത്തുൽ നിസാ ചെറുപ്പക്കാരികളായ സ്ത്രീകൾ പോലും പഠിച്ചിരിക്കണമെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിർദ്ദേശം നൽകുമായിരുന്നു. ഭദ്രമായ കുടുംബജീവിതം, അതുപോലെ സുന്ദരമായ സാമൂഹ്യ ജീവിതം, ഇത് രണ്ടിനും ആവശ്യമായ വിഷയങ്ങളാണ് ഈ സൂറത്തിൽ അള്ളാഹു വിവരിക്കുന്നത്. ഇതിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു ഇവിടെ രണ്ട് കാര്യങ്ങൾ ഉപദേശിക്കുന്നു, രണ്ടായത്തുകളിലായി. يا أيها الذين آمنوا كونوا قوامين بالقسط شهداء لله നിങ്ങൾ നീതിയിൽ ശക്തമായി ഉറച്ചു നിൽക്കുക. شهداء لله പടച്ചവന് വേണ്ടി നിങ്ങൾ സാക്ഷ്യം രേഖപ്പെടുത്തുന്നവരാകുക. കുടുംബജീവിതത്തിലും സാമൂഹ്യ മേഖലയിലും സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ടാകുക എന്നത് ഒരിക്കലും അത്ഭുതകരമായ കാര്യമല്ല.
പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് മഹത്തരമായ കാര്യം. പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അതിനെ രൂക്ഷമാക്കുക എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യം. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗമാണ് നിങ്ങൾ നീതിയിൽ ഉറച്ചു നിൽക്കണം. എന്റെ മകൾ, എന്റെ വാപ്പ, എന്റെ മകൻ, എന്റെ ഉമ്മ, അല്ലെങ്കിൽ എന്റെ സമുദായം, എന്റെ കുടുംബം, ഇതിൽ നിന്നെല്ലാം മാറി നിങ്ങൾ പടച്ചവന് വേണ്ടി സത്യത്തിന്റെ സാക്ഷ്യം രേഖപ്പെടുത്തുകയും നീതിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതകരമായൊരു വചനം, 3 കാര്യങ്ങളിൽ ജാതിയും മതവും നോക്കാൻ പാടില്ല. മുസ്ലിം അമുസ്ലിം വിവേചനം 3 കാര്യങ്ങളിൽ പാടില്ല. ഒന്ന്, കുടുംബബന്ധം ചേർക്കുന്ന വിഷയത്തിൽ. മതപരമായി ഞാൻ ചിലപ്പോൾ ഒരു മതത്തിലായിരിക്കും, മറ്റൊരാൾ മറ്റൊരു മതത്തിലായിരിക്കും, പക്ഷെ ഒരു കുടുംബക്കാരാണ്. ആ കുടുംബബന്ധം ചേർക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത എതിരാളികളെ പറ്റി അറിയിക്കുകയുണ്ടായി. ലൈസൂ ബി ഔലിയായി, അവർക്ക് എന്നോട് കടുത്ത ശത്രുതയാണ്, അതുകൊണ്ട് എനിക്ക് അവരോട് ആത്മാർത്ഥമായ മറ്റ് മതപരമായ ബന്ധങ്ങളൊന്നുമില്ല. വലാകിൻ ലഹും റഹിമുൻ അബുല്ലുഹ ബി ബലാലിഹ, പക്ഷേ അവരുമായിട്ട് എനിക്ക് കുടുംബ ബന്ധമുണ്ട്. അതിനെ നനയ്ക്കേണ്ട വെള്ളവും വളവും ഇട്ട് ഞാനിതിനെ പരിപോഷിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത് ഒരു സഹോദരിയുടെ വിഷയം വന്നപ്പോൾ അവര് ദീനിലോട്ട് കടന്നു വന്നതാണ്. പിന്നെ അവർക്ക് വലിയ പ്രശ്നങ്ങളും അവരെ ആളുകളിട്ട് ഇണക്കലും. അവരോട് ഈ വാക്ക് പറയുകയുണ്ടായി. ആ പാവം കണ്ണ് വല്ലാതെ തുറന്നു. ഞാൻ പറഞ്ഞു, സഹോദരി, നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനോട്, അമ്മയോട്, കുടുംബത്തോട് ബന്ധപ്പെടാൻ ഒരു തടസ്സവുമില്ല. പക്ഷേ ധർമ്മം, വിശ്വാസം പടച്ചവരുമായിട്ട് തന്നെ ആയിരിക്കണം. നിങ്ങളെ ആരിൽ നിന്നെങ്കിലും ബന്ധം മുറിക്കാൻ നമ്മൾ ആവശ്യപ്പെടുന്നില്ല, അവരോട് പറയുന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ ധാർമ്മിക വിശ്വാസത്തെ സൂക്ഷിച്ചുകൊണ്ട് ആരുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാൻ അനുവാദമുണ്ട്. ഖവാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്. 2 കരാറുകൾ പാലിക്കണം. അതിൽ മുസ്ലിം അമുസ്ലിം നോട്ടമില്ല. ഞാനൊരു ക്രിസ്ത്യാനിയുടെ കീഴിൽ ജോലി ചെയ്യുന്നു, കരാർ ചെയ്തിട്ടുണ്ട്, ആ കരാർ ഞാൻ പാലിക്കണം. അല്ലെങ്കിൽ ഒരു ഹൈന്ദവ സഹോദരനുമായി ഒരു കാര്യത്തിൽ ഇടപാട് നടത്തി, ആ ഇടപാട് കൃത്യമായി പാലിക്കണം. അവർ അന്യമതസ്ഥരാണ്, എനിക്ക് തോന്നുന്നത് പോലൊക്കെ ചെയ്യാം. ഇല്ല, നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിൽ തോന്നുന്നത് പോലെ ചെയ്യും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കരാർ യഥാർത്ഥത്തിൽ പടച്ചവനോടാണ്, അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനെ മുൻനിർത്തിയാണ് നിങ്ങൾ കരാർ ചെയ്തിരിക്കുന്നത്. 3 നമ്പറുടെ വിഷയം, നീതി കാണിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ മതം നോക്കാൻ പാടില്ല. ആരോടെങ്കിലും നീതി കാണിക്കുന്നു, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, അടുത്തവരാകട്ടെ അകന്നവരാകട്ടെ, നിങ്ങൾ നീതിയിൽ ഉറച്ചു നിൽക്കണം. കൂനൂ ഖവാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹി വലൗ അലാ അൻഫുസികും അവൽ വാലിദൈനി വൽ അഖ്റബീൻ. ഇസ്ലാമിക ചരിത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അത്ഭുതകരമായ ധാരാളം സംഭവങ്ങളുണ്ട്. സൂറത്തുൻ നിസായിൽ തന്നെ ഏതാനും ആയത്തുകൾക്ക് മുമ്പ് ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞു. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ഇതുപോലൊരു യഹൂദിയുമായി പ്രശ്നത്തിലായി. അദ്ദേഹത്തിന്റെ പടച്ചട്ട, അവിടെ യഥാർത്ഥത്തിൽ പടച്ചട്ട യഹൂദി മോഷ്ടിക്കുകയാണ് ചെയ്തത്. അലി റളിയല്ലാഹുവിന്റെ കേസുമായിട്ട് വന്നു. യഹൂദി കോടതിയിൽ ഹാജരായി. ഖാദി ജുറൈജ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ജഡ്ജി. അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോൾ പാശ്ചാത്യ നാടുകളിൽ പ്രത്യേക പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ കോടതി വിധിയുടെ വിഷയത്തിൽ ആദ്യം യഹൂദിയോട് ചോദിച്ചു, ആദ്യം അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങളാണ് വാദി തെളിവ് കൊണ്ടുവരണം. ഇസ്ലാമിൽ ആദ്യം വാദി തെളിവ് കൊണ്ടുവരണം. ഉടനെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ തെളിവ് എന്റെ മകൻ ഹസനും ഹുസൈനും എന്റെ മകൻ 2 മക്കൾ തെളിവാണ്,
അവർക്കറിയാം ഈ പടച്ചട്ട അത് എന്റേതാണെന്നറിയാം. ഖാദി ജുറൈജ് പറഞ്ഞു, ഇസ്ലാമിക നിയമപ്രകാരം വാപ്പയ്ക്ക് വേണ്ടി മക്കൾ സാക്ഷ്യം രേഖപ്പെടുത്താൻ പാടില്ല, നിങ്ങളുടെ സാക്ഷ്യം റദ്ദ് ചെയ്യുന്നു. യഹൂദിയോട് ചോദിച്ചു, നിങ്ങൾ ഇതിനെ നിഷേധിക്കുന്നോ ഇല്ലയോ? പ്രതിക്ക് നിഷേധിക്കാൻ അവകാശമുണ്ട്. ഇദ്ദേഹം പറഞ്ഞത് നുണയാണ്. മഹാനായ ജുറൈജ് റഹ്മത്തുള്ളാഹി അലൈഹി സാധനം യഹൂദിക്ക് കൊടുക്കുകയുണ്ടായി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണ് നിങ്ങൾ കളവ് പറഞ്ഞ് എടുത്തിരിക്കുന്നത്? കളവ് പറഞ്ഞ് എടുക്കണ്ട, ഞാൻ നിനക്ക് ദാനമായിട്ട് തന്നിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിൽ അത്ഭുതമാണ്, നീതിയുടെ വിഷയത്തിൽ മുൻഗാമികൾ വലിയ കടുപ്പം കാണിച്ചിരുന്നു. ഇതുപോലെ സഹോദരങ്ങളെ, നമ്മളും കുടുംബ പ്രശ്നങ്ങളിൽ, സാമൂഹ്യ പ്രശ്നങ്ങളിൽ നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിന്നാൽ എത്രയോ ഗുണമുണ്ടാകും, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂമൂ ഖവ്വകൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹി വലൗ അലാ അൻഫുസികും. ചിലപ്പോൾ നീതി അത് നിങ്ങൾക്ക് തന്നെ എതിരായിട്ട് വരും, സാക്ഷ്യം നിങ്ങൾക്ക് തന്നെ എതിരായിട്ട് വരും. നിങ്ങൾ എതിരാണെങ്കിൽ നിങ്ങൾ ആ കാര്യം സമ്മതിച്ചു പറയണം, ഞാൻ കുറ്റക്കാരനാണ്. ഭാര്യയോട് ഞാനാണ് അക്രമം ചെയ്തത്, ഭർത്താവിനോട് ഞാനാണ് അക്രമം ചെയ്തത് എന്ന് നിങ്ങൾ തുറന്നു പറയണം. വലൗ അലാ അൻഫുസികും അവിൽ വാലിദൈനി വൽ അഖ്റബീൻ. അത് നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരായാലും ശരി, ചിലപ്പോൾ മാതാപിതാക്കൾക്കെതിരായിരിക്കും. വാപ്പയും കൊച്ചാപ്പയും കൂടി വഴക്കിൽ, ശരി കൊച്ചാപ്പയുടെ ഭാഗത്താണ്, വാപ്പയുടെ ഭാഗത്ത് തെറ്റാണ്. ബഹുമാനം പരിപൂർണമായി നിലനിർത്തിക്കൊണ്ട് വാപ്പയ്ക്കെതിരായിട്ട് സാക്ഷ്യം രേഖപ്പെടുത്തണം. അത് ശ്രദ്ധിക്കണം. ബഹുമാനം ഇതിന്റെ പേര് കളഞ്ഞു കുളിക്കാൻ പാടില്ല. വലൗ അലാ അൻഫുസികും അവിൽ വാലിദൈനി വൽ അഖ്റബീൻ. അതുകൊണ്ട് നിങ്ങൾ നീതിയിൽ ഉറച്ചു നിൽക്കും. സാക്ഷ്യം പടച്ചവന് വേണ്ടി രേഖപ്പെടുത്തി. കാര്യം പോലെ പറയും, പക്ഷെ അത് നിങ്ങൾ പറയുന്നത് മര്യാദയ്ക്കും മാന്യതയോടെയും ബഹുമാന ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടുമാകണം. ഇന്ന് രണ്ട് കുഴപ്പങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പക്ഷം പിടിക്കും. രണ്ട്, നീതി പറഞ്ഞാലും ശരി പലപ്പോഴും നമ്മൾ അക്രമ രീതിയിൽ നീതി പറയും. പാപ്പ വേണ്ടേ അങ്ങനെ, അയാൾ ഒന്നിനും കൊള്ളത്തില്ല, ഉമ്മ മുമ്പ് തന്നെ പ്രശ്നക്കാരിയ, ഇല്ല, ഇങ്ങനെ പറയാൻ അനുവാദമില്ല. ബഹുമാനം നിലനിർത്തിക്കൊണ്ട്, ബന്ധം നിലനിർത്തിക്കൊണ്ട്, പക്ഷേ കാര്യം പറയേണ്ടതുപോലെ പറയുകയും വേണം. വലൗ അലാ അൻഫുസികും അവിൽ വാലിദൈനി വൽ അഖ്റബീൻ. നീതി നിങ്ങൾക്കെതിരായാലും നിങ്ങൾ നീതിയിൽ ഉറച്ചു നിൽക്കണം. നീതി നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരായാലും, ഇത് ഏറ്റവും അങ്ങേയറ്റത്തെ കാര്യം പറഞ്ഞുവെന്ന് മാത്രം, നിങ്ങളുടെ കുടുംബത്തിനെതിരായാലും, നിങ്ങളുടെ സംഘടനയ്ക്കെതിരായാലും, നിങ്ങളുടെ സമുദായത്തിനെതിരായാലും, നിങ്ങളുടെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും എതിരായാലും നിങ്ങൾ നീതിയിൽ ഉറച്ചു നിൽക്കണം. അതുപോലെ സാക്ഷ്യം നിങ്ങൾക്കെതിരായാലും, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ആളുകൾ അവർക്കെതിരായാലും ശരി, സത്യത്തിന്റെ സാക്ഷ്യം അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അത് നിങ്ങളുടെ കടമയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലാഹു ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.